ഫ്ലൈറ്റ് എടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എയർ ഹോസ്റ്റേഴ്സ് വന്നിരിക്കുകയാണ്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ഫ്ലൈറ്റ് എടുക്കുകയാണ്. ബസ് പുറകോട്ട് എടുക്കുന്ന പോലെയുണ്ട്. പുറകോട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. The crew can communicate in English, Hindi and Malayalam. This flight will take 3 hours and 25 minutes. Thank you. Crew at the station for flight safety demonstration. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുകയാണ്. ഇത് പുറപ്പെടുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അനങ്ങിക്കൊണ്ടിരിക്കണെങ്കിൽ പുറകോട്ടെടുക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എയർ ഹോസ്റ്റേഴ്സ് വരുമോ എനിക്ക് അറിയത്തില്ല. അവരൊരു സാധനം കൊണ്ട് തരും. ഇവിടെ നമ്മളെ ബോൾട്ടിക്ക് ഭയങ്കര പേടിയാണ് ഫ്ലൈറ്റിൽ കയറുന്നത്, ഈ ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഫ്ലൈറ്റ് തിരിച്ചിരിക്കുകയാണ്. ഇനി ഇത് റൺവേ കൂടെ പറന്നുയരാൻ തുടങ്ങി. ബ്രേക്ക് ഓടിച്ച് ഫ്ലൈറ്റ് മുമ്പോട്ടെടുക്കുന്നു. ഫ്ലൈറ്റ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. പുറകോട്ട് ഇറക്കുന്നു. ശബ്ദം കേൾക്കുന്നുണ്ട് ഗൈസ്. പറക്കാനായി എയർ ഹോസ്റ്റേഴ്സ് വന്നപ്പോണ്ട് ഞാൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് കാണിച്ചു തരാം. ഓക്സിജൻ മാസ്ക് എങ്ങനെ വെക്കേണ്ടത് നമുക്ക് കാണിച്ചു തരുവാണ്. ഒരു ലൈഫ് ജാക്കറ്റ് അതെങ്ങനെ ഇടേണ്ടത് കാണിച്ചു തരുവാണ്. എയർ ഹോസ്റ്റേഴ്സ് ആണ് ലൈഫ് ജാക്കറ്റ് എങ്ങനെ ഇടുന്നതിന് കാണിച്ചു തരേണ്ടത്. आपसे निर्णय की निकास तौर तक पहुंचने से पहले अपनी लाइफ जैकेट को ना भुलाएं, क्योंकि इस पानी से भी निकालने में बाधा आ सकती है। आपकी लाइफ जैकेट को अधिक फुलाने के लिए इसमें एक नाली दी गई है, जिसमें तरह भरकर फुला दें। पानी के साथ सफर में आगे ये बातें जल जाएंगे। इवैक्यूएशन फ्लाइट आमतौर पर मौजूद है। इस विमान पर 8 आपातकालिक दौर है। 2 विमान के अगले हिस्से में 4 रोइंग पर और 2 विमान के पिछले हिस्से में है। याद रहे आप करना ഗൈസ് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നു ഗൈസ്. ടേക്ക് ഓഫ് ചെയ്യുന്നു. നീ എന്നെ പിടിച്ചിരുന്നു. നമ്മുടെ മോളോട്ടിക്ക് ഭയങ്കര പേടിയാണ്. നമുക്കെന്തായാലും ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് നമ്മൾ പ്രധാനം എടുക്കേണ്ടത്. ഫ്ലൈറ്റിൽ അപ്പുറത്തെ ഒരു ഫ്ലൈറ്റ് പാഞ്ഞ അവിടെ വരുന്നുണ്ട്. എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. അല്ല, എയർ അറേബ്യയുടെ. ഇത് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്. പോകുന്നു. നമ്മളിങ്ങനെ റൺവേയിലൂടെ പോകുമ്പോൾ നമുക്കൊരു ബസ് പോകുന്ന പോലെ ആയിരിക്കും. അത് ഇപ്പം അത് വളയ്ക്കുകയാണ്. വളച്ചോണ്ട് വരുവാണ്. ഞാൻ കാണിച്ചു തരാം. വളച്ചോണ്ട് വരിക. നമുക്കാണ് ഇതിൻ്റെ ഈ ഒരു ചിറകെ കാണിക്കാൻ പറ്റാത്തുള്ളൂ. ഇപ്പോൾ റൺവേയിലൂടെ ഓടുകയാണ്. കാണാൻ പറ്റും നമ്മൾ റൺവേയിൽ കൂടെ ഓടുകയാണ്. ഇതിപ്പോൾ പറക്കും. നമ്മളിരിക്കുന്ന സീറ്റ് നമ്പർ 21 FEDയുടെ സീറ്റിലാണ് നമ്മളിരിക്കുന്നത്. FED അടുത്ത വളവാണ് ഇത് വളയ്ക്കുന്നത്. അവിടെ തന്നെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. അടുത്ത് തന്നെ അവിടെ അങ്ങൊരു ഫ്ലൈറ്റ് കാണാം. ഇവിടെ കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും.
ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ ഇനി അത് അങ്ങോട്ട് നല്ല സ്പീഡിൽ പോകും. 9:10 എടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 9:15. ആദ്യമായിട്ടാണ്, നല്ല സുഖമുണ്ട്. കൊച്ചിയുടെ എയർപോർട്ടിൻ്റെ പേര് എഴുതി കാണിക്കുന്നുണ്ട് അവിടെ. കാണാൻ പറ്റും അറിയത്തില്ലേ. അവിടെയാണ് പേര്. HD ക്വാളിറ്റിയിലല്ലേ ഞാൻ കാണിക്കുന്നത്, എനിക്കറിയത്തില്ല. ഫ്ലൈറ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അവിടൊക്കെ കൂടെ നമ്മുടെ ഇത് പറക്കുന്നു പ്ലെയിൻ. കാണാമോ? അവിടെ കുറേ പ്ലെയിൻ അവിടെ നിരത്തിയിട്ടിരിപ്പുണ്ട്. അതെല്ലാം ചെറിയ പ്ലെയിനാണ്. അപ്പോൾ നമ്മൾ പ്ലെയിൻ ചെറുതായിട്ട് സ്പീഡൊന്ന് കുറച്ച് ഇവിടെ നിർത്തി. നമ്മുടെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇതിപ്പോൾ പറക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഇൻഡിഗോയുടെ നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ അത്രയുള്ള ഒരു ഫ്ലൈറ്റാണ്. അല്ല, ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അതും പറക്കാൻ വേണ്ടി തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. ടേക്ക് ഓഫ് ചെയ്യും. ഗായ്സ്, നമ്മുടെ അടുത്ത് കിടന്ന് ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങി. ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് പതുക്കെ എടുത്തോണ്ടിരിക്കണത്. പതുക്കെ ഇങ്ങനെ അതിൻ്റെ വീല് നോക്കി നമുക്കറിയാം. പതുക്കെ പോകും. അതിങ്ങനെ വളച്ചെടുക്കുകയാണ്. അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിമാനം ഉടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടേക്ക് ഓഫ് എന്ന് അറിയത്തില്ല, എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്ലെയിൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മൾ പറക്കുകയാണ്. എൻ്റെ മോനെ, ഒരു സുഖം. നമ്മുടെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് നമ്മളെ നോക്കിയിരിക്കുന്നു. നമ്മൾ ടെർമിനൽ 3 എന്നാണ് കയറിയത്. പ്ലെയിൻ വീണ്ടും വളയ്ക്കുകയാണ്. പ്ലെയിൻ വീണ്ടും വളച്ചെടുക്കുക. നമ്മളിവിടെ 9 മണിക്ക് എന്നിട്ട് 11:45 നമ്മൾ മസ്കറ്റിലിരുത്തും. അങ്ങനെയാണ്
പറഞ്ഞത് നമ്മൾ എയർ ടിക്കറ്റ് ഉള്ളത്. അതിന് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഫ്ലൈറ്റ് വീണ്ടും എടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാമറ മങ്ങിയിരിക്കുന്നത് എന്താ അറിയത്തില്ല, അല്ല കാണാൻ പറ്റും. നമ്മുടെ ഫ്ലൈറ്റ് വീണ്ടും എടുത്തു. സൂര്യൻ്റെ വെളിച്ചമൊക്കെ ഇപ്പോഴും അടിക്കുന്നു. നമ്മളിവിടെ രാവിലെ ഒരു 5 മണി 5:30 ആയപ്പോൾ ഇവിടെ എത്തി. 6 മണിക്ക് റിപ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് നമ്മുടെ ബോർഡിങ്ങും കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വന്ന് നമ്മുടെ ഫ്ലൈറ്റ് വീണ്ടും വളച്ച് നിർത്താൻ പോവാണോന്ന് എനിക്കറിയത്തില്ല. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോണ ഫ്ലൈറ്റ് എടുത്തു ടേക്ക് ഓഫ് ചെയ്യാൻ പോണു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണം ഗൈസ്. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. പറന്നുയരാനുള്ളതാണിത്. പറന്നുയരാൻ പോവാണ്. ഇവിടെ മോളോട്ടി ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. എനിക്ക് പേടിയൊന്നും ഉണ്ടായില്ലേ. അയ്യോ, നമ്മുടെ ഇത് കുളുകുളുന്ന് കുലുങ്ങുന്നല്ലേ, ഇപ്പൊ കുലുങ്ങുന്നില്ലല്ലോ. ഫ്ലൈറ്റ് പൊങ്ങി ഗൈസ്, ഫ്ലൈറ്റ് പൊങ്ങി ഗൈസ്, അവിടെ ഫ്ലൈറ്റ് പൊങ്ങിയത് നമ്മൾ തറയിൽ കാണുന്നേ കണ്ടോ.